മേനോൻ ചേട്ടാ. അല്ല, സജി സാറോ? വന്നാട്ടെ. അജയനടുത്ത ആളായല്ലോ. ഇരിക്കും. ആ, നാളെ മുതൽ താൻ ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ. ഞാൻ വിചാരിച്ച നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് നിർത്താവുന്ന, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ തനിക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ട് അച്ചായനോട് പറഞ്ഞ ഒരു ഡെലിവറി ബോയുടെ ചാൻസ് ഒപ്പിച്ചിട്ടുണ്ട്. അതെന്ത് ജോലിയാ? ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ ഓരോ വീട്ടിലും കൊണ്ടുവന്ന് എത്തിക്കുക. അല്പം പ്രയാസമുള്ള ജോലിയാണ്. അജയന് ബുദ്ധിമുട്ടാവുമെങ്കിൽ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. അതിലെനിക്ക് ഒരു മടിയില്ല. എങ്കിൽ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ. മോളെ നമുക്ക് ഏതെങ്കിലും ഡേ കെയറിലാക്കാം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഭഗവാനെ. ഇത്രയും നല്ലൊരു കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളയാൻ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തോന്നുവോ? ഗുരുവായൂരപ്പന്റെ ജ്ഞാന കണ്ണുകൊണ്ട് ആരാണ് ആ സ്ത്രീ എന്നൊന്ന് കണ്ടുപിടിച്ചു തരണം. ഇന്ന് വേണ്ട, അവിടെ നിന്ന് അല്പം ബിസിയാണെന്ന് എനിക്കറിയാം. പിന്നെ കണ്ടുപിടിച്ചു തന്നാലും മതി. എന്നിട്ട് വേണം അവരോട് എനിക്ക് 2 വാക്ക് ചോദിക്കാൻ. സ്വാമിയേ. പിന്നെ എന്റെ ജോലിയുടെ കാര്യമൊക്കെ എല്ലാം മംഗളമായിട്ട് വരണേ ഭഗവാനെ. തൊഴുതേ. സ്വാമിയേ, സ്വാമിയേ, സ്വാമിയേ. പിന്നെ ഇവന്റെ നിർബന്ധം കൊണ്ടാ തന്നെ ഞാനിവിടെ ജോലിക്ക് എടുക്കുന്നത്. പിന്നെ ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്തപൂർവ്വം സത്യസന്ധമായി ചെയ്യണം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ചായ. നീ പറഞ്ഞത് കൊണ്ടാ എന്റെ പേടി. എടാ, ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. മേനോൻ സാർ, ഈ പയ്യന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്ക. വളരെ ഉപകാരം സാർ. ചെല്ല് ചെല്ല്. എന്താ ചെല്ല്. പറ. വരൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ സാർ? ആ. பஸ் கண்டக்டரா? இல்ல, டோர் டெலிவரி பாய். அப்ப டச் பண்ணாம கொடுக்க முடியாது? അതിന് ഞാൻ ടച്ച് ഒന്നും ചെയ്തില്ലല്ലോ. நீ என்ன விளையாடுறியா? என்கிட்ட வேணா, எனக்கு எல்லாம் தெரியும். ഇത് രോഗം വേറെയാ, അതിന് നമ്മളെ കിട്ടില്ല. നീ പാതി നാൻ പാതി കണ്ണേ. മിസ്സിംഗ് ബ്യൂട്ടി, താൻ കാരണം ഞാൻ അച്ഛൻ്റെ എന്തുമാത്രം വഴക്ക് കേട്ടെന്നറിയാവൂ. അന്നത്തെ എയർപോർട്ടിലെ മിസ്സിംഗ് കാരണം തെറ്റിയത് എന്റെ മനസ്സിന്റെ ബാലൻസാ. ഇന്നങ്ങനെ മിസ്സാവാൻ ഞാൻ പറ്റില്ല. എന്താ? കുക്കുനെ കൊണ്ടുപോകാൻ വന്നതാ. കുക്കുനെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോകാൻ? ഞാനല്ലേ ദിവസം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഭാര്യ ഒന്ന് കൊണ്ടുപോയിരിക്കും. വീട്ടിൽ ചെന്ന് അന്വേഷിക്കേ. ഭാര്യയോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. പിന്നെ കുട്ടി എവിടെ പോയി? അതെന്നോടാണോ ചോദിക്കുന്നത്? കുക്കുനെ കണ്ടോ? കുക്കു ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. കുക്കു, മോളെ
നിങ്ങളല്ലേ പറഞ്ഞ കുട്ടി ഇവിടെ ഇല്ലെന്ന്? കുട്ടി എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എല്ലാ കുട്ടികളെ ഇങ്ങനെ തന്നെയാണോ നോക്കുന്നത്? വേണ്ട, എന്റെ കുട്ടിയെ നിങ്ങൾ ഇനി നോക്കണ്ട. ഇതിന് ചൈൽഡ് കെയർ സെന്റർ എന്നല്ല പറയേണ്ടത്, ചൈൽഡ് ഡാമേജ് സെന്റർ എന്നാ. സാരമില്ല മോള്. ആ, മോക്ക് അവര് പാലും ബിസ്ക്കറ്റും ഒക്കെ തന്നോ? തന്നില്ലേ? മോൾ ഇനി ഒരു കെയറിലും പോണ്ട. നിന്നെ എവിടെയെല്ലാം കളയാൻ ശ്രമിച്ചവനാണ് ഞാൻ. ഇപ്പൊ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഒരു മനെ മോളു, ഒരു മനെ, ഒരു ഒരു മനെ. ഹലോ ഹലോ, സജിയല്ലേ? സജിയല്ല, അവന്റെ അച്ചായനാ. കൊച്ചേതാ? ഞാൻ സജിയുടെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ആ, ഗേൾ ഫ്രണ്ട് ആണല്ലേ? അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാലും മതി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സജി എന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ബുക്കോ? ചെക്ക് ബുക്കാണോ? അല്ല, ഇത് റിസ്കി ബിസിനസ് എന്ന നോവലാ. കൊച്ചേ, ഈ പോക്ക് കണ്ടിട്ട് ഇത് റിസ്കി ബിസിനസ് ആയി മാറുമോന്നാ എന്റെ പേടി. എന്നാ മോളെ ഒന്നും മിണ്ടാത്തെ? ഹലോ ഹലോ. ആ, വെച്ച് കളഞ്ഞോ? എന്താ ഡിസ്കണക്ട് ആയോ? അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് ഇങ്ങനെയാ, നമ്മളൊരു കോള് സംസാരിച്ച് മുഴുവനാവുന്നതിന് മുമ്പേ ഡിസ്കണക്ട് ആവും. അപ്പൊ കൊറേ നാളായി തുടങ്ങിയിട്ടല്ലേ? എന്ത് തുടങ്ങിയിട്ട്? നിന്റെ ഈ റിസ്കി ബിസിനസ്. അച്ഛൻ എന്തോ പറയുന്നത്? എടാ, ആ പെണ്ണിനോട് നീ റിസ്കി ബിസിനസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കണം. നമുക്ക് ഈ റിസ്ക് വേണ്ട. അത് വല്ല റോങ് നമ്പർ ആയിരിക്കും. എന്ന് വിളി. റോങ് നമ്പർ. ഇന്ന് അവളെ ഇതോടും തേച്ച് വെച്ചേ. കുക്കു, എന്തായിരുന്നു കുക്കുവിന്റെ അനക്കമൊന്നും കേട്ടില്ലല്ലോ? കുക്കു, ഹായ് കുക്കു. കുക്കുന് ഇറങ്ങണ്ടേ? എന്താ, അജയന് സുഖമില്ലേ? വല്ലാത്ത കുളിര്. അയ്യോ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. മരുന്നൊന്നും വാങ്ങിച്ചില്ലേ? 2 ടാബ്ലറ്റ്സ് വാങ്ങി കഴിച്ചു. അല്പനേരം കിടന്നാ മാറുമായിരിക്കും. നന്നായിട്ട് പുതച്ചു മൂടി കിടന്നു. കുക്കു, മതി കളിച്ചത്, ഉറങ്ങാൻ നോക്ക്. എന്തായി കാണിച്ചത്? മുഴുവൻ അഴുക്കാക്കിയല്ലോ. അമ്മേ, ഇത് കണ്ടോ? സാരമില്ല മോളെ, അവള് കൊച്ചു കുട്ടിയല്ലേ. കുക്കു, മോളിക്ക് വന്നേ. ആന്റിയെ ശല്യം ചെയ്യാതെ. കണ്ടോ, നിന്നോട് ദേഷ്യപ്പെട്ടു പോന്ന് പോക്ക് കണ്ടില്ലേ? മോള് ഇവിടെ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. ഇല്ലെങ്കിൽ പനി പകരും. അയ്യോ, വെള്ളമില്ലല്ലോ. എന്താ? വല്ലാതെ പനിക്കുന്നു. കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാം. ഞാൻ അമ്മയെ വിളിക്കാം. വേണ്ട, അമ്മച്ചി നല്ല ഉറക്കമായിരിക്കും. വിളിക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. പോയി കിടന്നോളൂ.
ഞാൻ എടുത്തോണ്ട് വരാം. ദാ വെള്ളം. പഠിച്ചോണ്ടിരിക്കായിരുന്നല്ലേ, ഞാൻ കാരണം ബുദ്ധിമുട്ടായി. ഓ, അതൊന്നും സാരില്ല. സജിയുടെ അച്ചായൻ ആളൊരു രസികനാണല്ലോ. അച്ഛൻ അങ്ങനെയാ, പറ്റിയ കമ്പനി കിട്ടിയ നല്ല ജോക്ക് അടിക്കും. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാ. എന്ത് വേണമെങ്കിലും അച്ഛനോട് തുറന്നു പറയാം. എന്റെ ഡാഡി എങ്ങനെയാ, ഒറ്റ നിർബന്ധമുള്ളൂ, കള്ളം പറയരുത്. അത് അഡ്വക്കേറ്റ് ആയതുകൊണ്ടാ. കക്ഷികൾക്ക് വേണ്ടി പുള്ളി ധാരാളം കള്ളം പറയുന്നുണ്ടല്ലോ. അപ്പോ മോളെങ്കിലും സത്യം പറയട്ടെ എന്ന് ആഗ്രഹം കാണും. അച്ചായനെ പോലെ മോനും മോശമല്ലല്ലോ, വിഡൽസിന്. എല്ലാം ഡാഡിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുക. നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നത് ഡാഡി അറിയുന്നതിന് മുമ്പ് പറയുന്നില്ലേ നല്ലത്? അയ്യോ, അത് വേണോ? സത്യം അറിയുമ്പോ ഡാഡിയുടെ സ്വഭാവം മാറിയാലോ? സ്വന്തം കാര്യം വരുമ്പോ എല്ലാ തന്തമാരും ആദർശമൊക്കെ മാറ്റിവെക്കും. എന്തായാലും ഡാഡി നല്ല മൂഡിലിരിക്കുമ്പോ ഞാൻ തുറന്നു പറയും. എപ്പോഴായാലും അറിയേണ്ടതല്ലേ? മുള്ളു, എന്താ? കുക്കു, മോളുടെ അച്ഛന്റെ പനി മാറിയോ? അയ്യേ, അമ്മേ ഒന്നിങ്ങ് വന്നേ. ഈ കുക്കു, അമ്മേ ഒന്നിങ്ങ് വന്നേ. അയ്യേ, എന്താ കുക്കു കാണിച്ചത്? സോറി, ഞാൻ നന്നായി. എവിടെ ഡ്രസ് അഴുക്കാവുമെന്നും പറഞ്ഞ് ഇന്ന് വരെ അവർ ഒറ്റ കുഞ്ഞുങ്ങളെ എടുത്തിട്ടില്ല. അല്ല, പെൺകുട്ടികളാവുമ്പോ ഈ കാര്യങ്ങളിലൊക്കെ അല്പം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ, ഇത് കണ്ടോ അമ്മ? കൊള്ളാലോ, കൊണ്ട് കഴുകിക്കളാ. നേരെ നിക്കൂ, ഈ കുക്കുന്റെ കാര്യം ഒന്ന് അടങ്ങി നിക്കൂട്ടി. ഞാനും ഇങ്ങിതാ, ഞാൻ ഒഴിച്ചുതരാം. അജയന്റെ പനി എങ്ങനെയുണ്ട്? അല്പ കുറവുണ്ട്. ഏതായാലും നാളെ ജോലിക്ക് പോവാ. കുക്കു, വണക്കം സ്വാമി. എന്താ വരാൻ പറഞ്ഞത്? சொல்றேன். താങ്ക് യു. என்னடா அது அபிஷ்டா? என்னது? അല്ല സ്വാമി, ഇവിടെ ഞാൻ ഇത് നാപ്കിൻ, ഒരു ബ്രേസിയർ, കൊണ്ട, റിബൺ. வாய மூடு. இதெல்லாம் என்ன ஐட்டம்ஸ் எனக்கு தெரியும். இதெல்லாம் ஏன் கொண்டு வந்து கொடுத்தாய்? അല്ല സ്വാമി, ഓർഡർ ചെയ്തനുസരിച്ച്. ஆடுறா, நேக்கு எதுக்கு இந்த பீடை இல்ல? நான் ஒரு பிரம்மச்சாரி, நேக்கு இது தேவையில்லை. ഓ, ഇത് 78B ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള ഓർഡറാ. സോറി സ്വാമി, ഓർഡർ മാറിപ്പോയി. ஆர்டர் மாறி போச்சுன்னு சொல்லாதே, டெலிவரி மாறி போயிடுச்சுன்னு சொல்லு. അപ്പടിന്നാ അപ്പടി. സ്വാമി, ഇപ്പൊ എന്റെ കൂടെ 78B ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വന്നാല് സ്വാമി ഓർഡർ ചെയ്ത സാധനങ്ങള് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു തരാം. വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ സ്വാമി, ഇനി ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ട് കഴിയരുത്. കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ ഒരിക്കലും തിരികെ കിട്ടില്ല. നമ്പോട്ടെ. எல்லாம் என் தலையெழுத்து. കള്ള റാസ്കൽ, നീ കൊച്ചിനെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു വെച്ചല്ല. അയ്യോ, അത് സാറിന്റെ വീടായിരുന്നോ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറേ. ഈ കൊച്ചു പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു വിട്ടു? അത് പോട്ടെ, അന്ന് ഞാനാണ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അത് നീയായിരുന്നു. ആ, അത് എനിക്ക് അറിയാമായിരുന്നു. അതാണ് പോലീസുകാരൻ. ഈ മൂസയെ പറ്റിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല. സത്യം പറയടാ, ഈ കൊച്ചു നിന്റെ അല്ലേ? സാറേ, അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ കുറെ നടന്നെന്നുള്ള സത്യ. പക്ഷെ ഇപ്പോ സാറല്ല, IG വന്ന് ചോദിച്ചാൽ പോലും എന്റെ കുക്കുനെ ഞാൻ തരില്ല. മോളെ, പോലീസ് ഭവനൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ. കണ്ടോ? മിടുക്കി.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായി കാണില്ല. ഐ എം അഡ്വക്കേറ്റ് സാമുവൽ. ഓ, മനസ്സിലായി. നിർമ്മല കുലക്കേസിലെ രാജനെ രക്ഷിച്ച വക്കീല്. എനിക്ക് അവനെ അറിയാം. അവൻ തന്നെ അവളെ കൊന്നത്. നല്ല വക്കീലന്മാരുടെ കയ്യിലാണല്ലോ ചില അവന്മാരുടെ ആയുസ്. വരൂ, ഇരിക്കൂ. ആ, വക്കീലിന് കുടിക്കാൻ ചായയോ ഒന്നും വേണ്ട, ഞാനിപ്പോ കാപ്പി കുടിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മത്തായി, ഒരു ചായ എടുക്ക്. ഏലക്ക ചായ എടുത്തോളൂ. ആ, പിന്നെന്താ വക്കീൽ ഇങ്ങോട്ട് പോന്നേ? വല്ല കേസ് സംബന്ധിച്ച്? ഞാനൊരു ചെറിയ കേസിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. സജിയില്ലേ ഇവിടെ? എന്താ, അവൻ വല്ല കുഴപ്പമുണ്ടാക്കിയോ? മക്കളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ തന്തമാരറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആമുഖമൊന്നുമില്ലാതെ തന്നെ പറയാം. എന്റെ മകൾ ഗീതയും സജിയും തമ്മിൽ സ്നേഹത്തിലാണ്. അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഇരിപ്പോശ അറിഞ്ഞപ്പോ അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ സജിയെ കണ്ടിട്ടില്ല. പയ്യനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ. ഇവിടെയാണെങ്കിലും ആരുമില്ല, ഞാനും അവനും മാത്രം. നല്ലൊരു കാര്യം ഒത്തു കിട്ടിയാൽ എത്രയും വേഗം നടത്തണമെന്ന എന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനഃശോധ്യ എൻഗേജ്മെന്റ് ഒരുമിച്ച് നടത്താം. ആയിക്കോട്ടെ. അതിനു മുമ്പ് മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. സജിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മകള് പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ. എന്താ? നമ്മളൊരു ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. സജി എന്റെ മകനല്ല. എല്ലാവരും ധരിച്ചിരിക്കുന്നത് അവൻ എന്റെ മകനാണെന്ന. അവൻ ഏതാണ്ട് 10 വയസ്സുള്ളപ്പോ അനാഥശാലയിൽ നിന്നും ഞാൻ അവനെ കൊണ്ടുവന്നതാ. അന്നു മുതൽ ഇന്നുവരെ സ്വന്തം മോനെ പോലെ ഞാൻ വളർത്തുന്നത്. സ്വന്തം മോനെ പോലെ. ഓ, തുറന്നു പറഞ്ഞത് നന്നായി. ഈ വിവരമൊന്നും ഗീതയ്ക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനത്തെ അഫയർ ഉണ്ടാകുമായിരുന്നില്ല. പറ്റേ.